Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. ഓക്കെ, നമ്മള് ക്വാളിറ്റി അഷ്വറൻസ് അല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നേ. കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ എടുത്ത് നിർത്തിയത്? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് അല്ലേ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നേ? എം വരെയാണ്. എവിടെ വരെ എടുത്ത് നിർത്തിയത്? N വരെ. N വരെ. Percentage of surgeries where the organization procedure to prevent hostile events അല്ലെ? അവിടെ വരെയല്ലേ എടുത്ത് നിർത്തിയത്? ഓക്കെ, അപ്പൊ നമ്മള് നെക്സ്റ്റ് അടുത്തത് തുടങ്ങാണ് കേട്ടോ. മെഡിക്കേഷൻ എറർ റേറ്റ്. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. നിങ്ങൾക്ക് ഓൾറെഡി ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഈ ഒരു എല്ലാ കീ പെർഫോമൻസ് 32 എണ്ണവും പഠിക്കാനുണ്ട്, അതിന്റെ ഫോർമുലാസും പഠിക്കാനുണ്ട് കേട്ടോ. സ്റ്റാർട്ട് ചെയ്തായിരുന്നോ ക്വാളിറ്റി മാനേജ്മെന്റ് ചാപ്റ്റർ? സ്റ്റാർട്ട് ചെയ്തിട്ടില്ലല്ലോ, തേർഡ് മോഡ്യൂളല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ നോക്കി അടുത്തത് മെഡിക്കേഷൻ എറർ റേറ്റ്. മരുന്നുകളില് പിശകുകൾ വരുന്നതിന്റെ എണ്ണം. അപ്പൊ മെഡിക്കേഷൻസ് ഇപ്പൊ ചിലപ്പോ അവിടുത്തെ പേഷ്യൻസിന്റെ കയ്യിലുള്ള മരുന്നുകളിൽ കഴിക്കുന്നതിൽ പിശകുകൾ വരുന്നതാവാം, അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകൾ കൊടുക്കുന്നതിൽ, അവിടുത്തെ ജീവനക്കാർ കൊടുക്കുന്നതിലുള്ള പിശകുകളാവാം. അങ്ങനെ മരുന്നുകളുമായി ബന്ധപ്പെട്ട എന്തൊക്കെ പിശകുകൾ അല്ലെങ്കിൽ എറേഴ്സ് വരുന്നുണ്ടോ അതിന്റെ റേറ്റ് എത്രത്തോളമാണെന്ന് കണക്കാക്കുന്നു. അതാണ് മെഡിക്കേഷൻ എറർ റേറ്റ് വരുന്നത്. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. സർജറി ചെയ്ത അല്ലെങ്കിൽ സർജറി നടന്ന ഇടത്ത് ആ ഒരു വണ്ടില് അല്ലെങ്കിൽ ആ ഒരു മുറിവുമായി ബന്ധപ്പെട്ട് വരുന്ന ഇൻഫെക്ഷൻ ആണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് അല്ലെ. ഇപ്പൊ സർജറി ഒക്കെ കഴിഞ്ഞ് എത്ര പേഷ്യൻസില് അവിടെയുള്ള എത്ര പേഷ്യൻസില് ഇതുപോലെ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്, ആ പെർസെന്റേജ് എടുക്കുകയാണ് നമ്മളിവിടെ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ് എടുക്കുക എന്ന് പറയാം. അപ്പൊ സർജറിക്ക് ശേഷം എത്ര ആളുകൾക്ക് ഇതുപോലെയുള്ള സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് ഉണ്ടായി, അവരുടെ എണ്ണം, അതിന്റെ പെർസെന്റേജ്, അതാണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷനിലൂടെ കാണുന്നത്. നെക്സ്റ്റ് വരുന്നത് സ്റ്റാൻഡേർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഇൻ ICU. ICUവിലുള്ള മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ മോർട്ടാലിറ്റി? ഡെത്ത് ആണ് അല്ലെ, മരണനിരക്കാണ്, ഡെത്ത് ആണ്. അപ്പൊ ഇവിടെ മോർട്ടാലിറ്റി റേഷ്യോ അല്ലെങ്കിൽ മരണനിരക്ക്, അതായത് ICUവില് എത്ര മരണനിരക്ക്, ഇത് പർട്ടിക്കുലർ ടൈം പീരീഡ് കൊടുക്കും. എല്ലാത്തിനും ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് ഉണ്ട് കേട്ടോ. ആ ഒരു ടൈം പീരീഡിനുള്ളിൽ ICUവിൽ എത്ര മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവിടുത്തെ മരണനിരക്ക് എത്രത്തോളമാണ് എന്ന് കണക്കാക്കുന്നതാണ് സ്റ്റാൻഡേർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഇൻ ICU എന്ന് പറയുന്നത്. അടുത്തത് റിട്ടേൺ ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ 72 hours വിത്ത് സിമിലർ പ്രസന്റിംഗ് കംപ്ലൈന്റ്സ്. അതായത് ഇപ്പോ നമുക്ക് ഒരു നെഞ്ചുവേദനയോ കാര്യങ്ങളോ ആയിട്ട് അല്ലെങ്കിൽ ഒരു വയറുവേദനയായിട്ട്, ഒരു ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇപ്പൊ ഒരു വയറുവേദനയായിട്ട് നമ്മളൊരു പെട്ടെന്ന് നമുക്ക് വയ്യാതെയായി, ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നു. അപ്പൊ നമ്മൾ എങ്ങോട്ടാ പോവാ? ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിലായിരിക്കും കാണിക്കുക അല്ലെ. ഒരു എമർജൻസി സിറ്റുവേഷൻ ആയതുകൊണ്ട് നമ്മൾ കാഷ്വാലിറ്റിയിലല്ലേ കാണിക്കാം. അങ്ങനെ കാഷ്വാലിറ്റി കാണിച്ചു, അതാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കാണിച്ചു. നമ്മൾ ആ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കാണിച്ചപ്പോൾ നമുക്ക് അവിടുന്ന് മരുന്നുകളോ കാര്യങ്ങളോ ഇഞ്ചക്ഷനോ ഒക്കെ തന്നപ്പോൾ നമുക്കൊരു കുറവ് തോന്നി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വീട്ടിലേക്ക് പോരും അല്ലെ. നമ്മൾ വീട്ടിലേക്ക് പോന്നു. വീട്ടിലേക്ക് പോകുന്നതിന് ശേഷം 72 മണിക്കൂറിനുള്ളിൽ ഇതേ സിമിലർ ആയിട്ടുള്ള കംപ്ലൈന്റ് അല്ലെങ്കിൽ പ്രശ്നവുമായിട്ട് വീണ്ടും ആ ഒരു കാഷ്വാലിറ്റിയിലേക്ക് പോവേണ്ടി മടങ്ങി വരുന്ന ഒരു അവസ്ഥയാണ് റിട്ടേൺ ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ വയറുവേദനയായിട്ട് നമ്മൾ വന്നിട്ടുണ്ട്, വന്ന് നമുക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു, കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ കിട്ടിയെന്ന് വിചാരിക്കാം. കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് കുറവ് തോന്നി, നമ്മൾ അവിടെ നിന്ന് വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലേക്ക് പോകുന്നതിന് ശേഷം 72 മണിക്കൂറിനുള്ളിൽ ഇതേ സെയിം കംപ്ലൈന്റ് അല്ലെങ്കിൽ പ്രശ്നം വീണ്ടും വരികയും നമ്മൾ വീണ്ടും ആ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് മടങ്ങി വരുന്ന പേഷ്യൻസ് എത്ര പേരുണ്ട്, അതിന്റെ റേറ്റ് ആണ് റിട്ടേൺ ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ 72 hours വിത്ത് സിമിലർ പ്രസന്റിംഗ് കംപ്ലൈന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? മനസ്സിലായോ? അപ്പൊ ആ 72 മണിക്കൂർ ഒരു സമയപരിധിയാണ്. ആ ഒരു 72 മണിക്കൂറിനുള്ളിൽ എത്ര പേഷ്യൻസ് അതേ കംപ്ലൈന്റുമായിട്ട്
തിരികെ വരുന്നു അല്ലെങ്കിൽ മടങ്ങി വരുന്നു, അതാണ്. Then catheter related urinary tract infection rate എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഇപ്പൊ മൂത്രമൊക്കെ പോകാൻ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിന്, അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ കത്തീറ്റർ പ്ലേസ് ചെയ്താണ് ആ ഒരു ഫ്ലോ സുഗമമാക്കുന്നത്, അല്ലെ? കേട്ടിട്ടുണ്ടോ നിങ്ങൾ കത്തീറ്റർ പ്ലേസ് ചെയ്യാന്നുള്ളത്? അവരുടെ യൂറിനറി ട്രാക്റ്റില് കത്തീറ്റർ പ്ലേസ് ചെയ്യും. അപ്പൊ ഈ പറയുന്ന കത്തീറ്റർ പ്ലേസ് ചെയ്യുമ്പോൾ ഒരുപാട് പേർക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് വരാം അതുമായി ബന്ധപ്പെട്ട്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഇൻഫെക്ഷൻസ്, അതായത് ഈ കത്തീറ്റർ പ്ലേസ് ചെയ്തതിനു ശേഷം എത്ര പേർക്ക് ഇതുമായി ബന്ധപ്പെട്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്? അത് എത്ര പേർക്കാണ് അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ള എത്ര പേർക്ക് ഓൾറെഡി കത്തീറ്റർ പ്ലേസ് ചെയ്തിട്ടുണ്ട്, അതിലെത്ര പേർക്ക് ഇതുപോലെയുള്ള യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതിന്റെ റേറ്റ് ആണ് catheter related urinary tract infection rate എന്ന് പറയാം. അടുത്തത് വെന്റിലേറ്റർ റിലേറ്റഡ് ന്യൂമോണിയ റേറ്റ്. ഇപ്പൊ വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിന് ഇതുപോലെ തന്നെ ന്യൂമോണിയയുമായി ബന്ധപ്പെട്ട് ന്യൂമോണിയ കണ്ടീഷൻസ് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ എത്ര പേർക്ക് വെന്റിലേറ്ററിലുള്ള എത്ര പേർക്ക് അതുമായി ബന്ധപ്പെട്ട് ന്യൂമോണിയ കണ്ടീഷൻസ് വന്നിട്ടുണ്ട്, അങ്ങനെ എത്ര പേര് വെന്റിലേറ്ററിലുണ്ടോ അതിൽ എത്ര പേർക്കാണ് ഈ ന്യൂമോണിയ സ്ഥിരീകരിച്ചിട്ടുള്ളത്, അതിന്റെ റേറ്റ് ആണ് വെന്റിലേറ്റർ റിലേറ്റഡ് ന്യൂമോണിയ റേറ്റ് കാണുക. അപ്പൊ ഓരോരോ മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. അടുത്തത് സെൻട്രൽ ലൈൻ റിലേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ എന്ന് വെച്ചാൽ സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ലാർജ് വെയിനിലേക്ക് എന്ത് കടത്തിവിടുന്നതാണ്? ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോൾ ഡോക്ടേഴ്സ് ചെയ്യാറില്ലേ, വലിയ ലാർജ് വെയിനിലേക്ക് നമ്മുടെ IV പോൾസ് പോലെയുള്ള കാര്യങ്ങൾ കടത്തിവിടാനായിട്ട് എന്താണ് നമ്മുടെ കത്തീറ്ററുകൾ അല്ലെങ്കിൽ നമ്മുടെ ടെർമിനാസ് പ്ലേസ് ചെയ്യും, അല്ലെ? ടെർമിനാസ് പ്ലേസ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു സെൻട്രൽ ലൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് ലാർജ് വെയിനിലേക്ക് കെറല പ്ലേസ് ചെയ്യുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവ നമുക്ക് ഒരുപാട് ഫ്ലൂയിഡ്സ്, അതായത് അറ്റ് എ ടൈം തന്നെ പല ഫ്ലൂയിഡ്സ് നമുക്ക് ഒരുമിച്ച് കയറ്റാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ബ്ലഡ് ഒക്കെ ആവശ്യമായിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ആ ഒരു സെൻട്രൽ ലൈനിൽ കൂടെ അല്ലെങ്കിൽ ആ ഒരു ലാർജ് വെയിനിൽ കൂടെ നമുക്ക് എളുപ്പത്തിൽ ബ്ലഡ് വലിച്ചെടുക്കാൻ പറ്റും ടെസ്റ്റുകൾ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ. അങ്ങനെയുള്ള സെൻട്രൽ ലൈനിലുള്ള കാനുലാസ് പ്ലേസ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചിലപ്പോ ബ്ലഡിൽ ഇൻഫെക്ഷൻസ് ചിലർക്ക് വരാറുണ്ട്. അപ്പൊ ആ ഒരു ബ്ലഡ് സ്ട്രീമിലുള്ള ഇൻഫെക്ഷൻസ്, അപ്പൊ ഈ പറയുന്ന സെൻട്രൽ ലൈനിൽ ഇങ്ങനെയുള്ള കാനുലാസ് പ്ലേസ് ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ട് എത്ര ആളുകൾക്കാണ് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ്, ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻസ് വന്നിരിക്കുന്നത്, ആ ആളുകളുടെ എണ്ണത്തിന്റെ പെർസെന്റേജ് ആണ് സെൻട്രൽ ലൈൻ റിലേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷനിൽ പറയുന്നത്. അടുത്തത് നോക്കി, ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റ്. അതായത് ഹോസ്പിറ്റലിലെ ഓരോ മേഖലകളിലും കൃത്യമായിട്ട് ഹാൻഡ് ഹൈജീൻ പെർഫോം ചെയ്യണം എന്ന് പറയാറുണ്ട്, അല്ലെ? അപ്പൊ അങ്ങനെ ഹാൻഡ് ഹൈജീൻ പെർഫോം ചെയ്യാത്ത, കംപ്ലൈൻസ് റേറ്റ് എന്ന് പറഞ്ഞാൽ പാലിക്കാത്ത അല്ലെങ്കിൽ ഹാൻഡ് ഹൈജീൻ പാലിക്കുന്നവരുടെ എണ്ണം. അപ്പൊ ഇത്ര ഓൾറെഡി ഒരു ഏരിയയില് ഇത്ര സ്റ്റാഫുകൾ ഉണ്ടാവാം, ആ സ്റ്റാഫുകളിൽ എത്ര പേര് പ്രോപ്പർ ആയിട്ടുള്ള ഹാൻഡ് ഹൈജീൻ പാലിക്കുന്നുണ്ട് അവരുടെ എണ്ണമാണ് ഹാൻഡ് ഹൈജീൻ കംപ്ലൈൻസ് റേറ്റിൽ പറയുന്നത്. അപ്പൊ എല്ലാത്തിനും ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് ഉണ്ടാവും കേട്ടോ. ആ ഒരു ടൈം പീരീഡിനുള്ളിൽ എത്ര പേര്, ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര പേര് അങ്ങനെയുള്ള റേറ്റ് ആയിരിക്കും കേട്ടോ. പെർസെന്റേജ് ഓഫ് റീഷെഡ്യൂളിംഗ് ഓഫ് സർജറീസ്. ഇപ്പൊ നമുക്കറിയാം, അപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ഒരു സർജറി ചിലപ്പോ ഇന്നൊരു ദിവസം നമുക്ക് ഫിക്സ് ചെയ്ത് തരാറുണ്ട്, അല്ലെ? സർജറിക്ക് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് തരാറില്ലേ ഡോക്ടേഴ്സ്? ഇന്ന ദിവസം വന്ന് നമുക്ക് സർജറി ചെയ്യാം എന്ന് പറഞ്ഞു തരും, അല്ലെ? ഇനി പല കാരണങ്ങളാണ് ചിലപ്പോ അത് എന്ത് ചെയ്യേണ്ടി വരാറുണ്ട്, മാറ്റി വെക്കേണ്ടതായിട്ട് വരാറുണ്ട്, അല്ലെ? ഇപ്പൊ മറ്റെന്തെങ്കിലും ഒരു എമർജൻസി കേസ് വരുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാരണോ ചിലപ്പോ ആ ഒരു സർജറി എന്ത് ചെയ്യാൻ റീഷെഡ്യൂൾ ചെയ്യേണ്ടി വരും, പുനഃക്രമീകരിക്കേണ്ടതായിട്ട് വരാം. ചിലപ്പോൾ അടുത്ത ദിവസത്തേക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റേതെങ്കിലും സൗകര്യപ്രദമായ ദിവസങ്ങളിലേക്കോ അങ്ങനെ ഈ ഒരു സർജറീസ് റീഷെഡ്യൂൾ ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അങ്ങനെ എത്ര സർജറികളാണ് ഇങ്ങനെ റീഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ മാറ്റി വെച്ചിരിക്കുന്നത്, അതിന്റെ പെർസെന്റേജ് ആണ് ഇവിടെ കണ്ടത്. ആ ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ എത്ര സർജറീസ് ഇതുപോലെ മാറ്റിവെക്കപ്പെട്ടു അതിന്റെ പെർസെന്റേജ്. ദെൻ അടുത്തത് ടേൺ അറൗണ്ട് ടൈം ഫോർ ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ്. അതായത് നമ്മള് ബ്ലഡ് ബാങ്കിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ബ്ലഡ് കമ്പോണൻസോ ആവശ്യമായി വരികയാണെങ്കിൽ നമ്മൾ റിക്വസ്റ്റ് ലെറ്റർ കൊടുക്കും, അല്ലെ? അങ്ങനെ റിക്വസ്റ്റ് ലെറ്റർ കൊടുത്ത് അതിനനുസരിച്ച് നമുക്ക് ബ്ലഡ് കമ്പോണൻസോ ഇഷ്യൂ ചെയ്യാൻ, വിതരണം ചെയ്യാനായിട്ട് എത്ര സമയം എടുക്കുന്നു, അതാണ് ടേൺ അറൗണ്ട് ടൈം. എത്ര സമയം എടുത്തുകൊണ്ടാണ് നമുക്ക് ആ ബ്ലഡ് അല്ലെങ്കിൽ ബ്ലഡ് കമ്പോണൻസ് അവിടെ നിന്നും ലഭ്യമാകുന്നത്, അതിനെടുക്കുന്ന സമയത്തിന്റെ പെർസെന്റേജ് അല്ലെങ്കിൽ റേറ്റ് ആണ്
ടേൺ അറൗണ്ട് ടൈം ഫോർ ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസിൽ വരിക. നഴ്സ് പേഷ്യന്റ് റേഷ്യോ ഫോർ ICU ആൻഡ് വാർഡ് എന്ന് പറഞ്ഞാൽ ICUലും വാർഡിലും അവിടുത്തെ പേഷ്യൻസിന്റെ എണ്ണത്തിനനുസരിച്ച് കൃത്യമായിട്ട് ഒരു നഴ്സ് പേഷ്യന്റ് റേഷ്യോ ഉണ്ടായിരിക്കും. അപ്പൊ ഒരു ICUല് നിങ്ങൾ ഓൾറെഡി പഠിച്ചു കാണുമായിരിക്കും അല്ലെ. ICUല് എത്രയാണ് nurse person ratio? 1:2 അല്ലെങ്കിൽ 1:1 ആണ്. രണ്ടും ഉണ്ട് അല്ലെ. 1:1 1:2 എന്നാണ് പഠിക്കുന്നത് അല്ലെ. അപ്പൊ 1:1 അല്ലെങ്കിൽ 1:2 എന്ന് പറഞ്ഞാൽ രണ്ട് പേഷ്യന്റ് അല്ലെങ്കിൽ ഒരു പേഷ്യന്റിന് ഒരു നഴ്സ് എന്ന കണക്കാണ്. അപ്പൊ അതുപോലെ വാർഡിലും ഇതുപോലെയുള്ള നഴ്സ് പേഷ്യന്റ് റേഷ്യോ ഉണ്ടാവും. അത് അവിടുത്തെ വാർഡിന്റെ ബെഡ് കപ്പാസിറ്റി കാര്യങ്ങൾക്ക് അനുസരിച്ചാണ് ആ വാർഡിലുള്ള നഴ്സ് പേഷ്യന്റ് റേഷ്യോ തീരുമാനിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള നഴ്സ് പേഷ്യന്റ് റേഷ്യോവുമായി ബന്ധപ്പെട്ട റേറ്റുകളാണ്. ഇപ്പൊ വാർഡിലും ICUലെ ബെഡ് കപ്പാസിറ്റിക്ക് അനുസരിച്ച് അവിടുത്തെ നഴ്സ് പേഷ്യന്റ് റേഷ്യോ ഏതാണ്, വാർഡിലുള്ള ബെഡ് കപ്പാസിറ്റിക്ക് അനുസരിച്ച് അവരുടെ നഴ്സ് പേഷ്യന്റ് റേഷ്യോ അല്ലെങ്കിൽ റേറ്റ് എത്രയാണ് എന്ന് കണക്കാക്കുന്നു. അടുത്തത് വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ. ഇപ്പൊ നമ്മളൊരു ഔട്ട് പേഷ്യന്റ് ആയിട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് കൺസൾട്ടേഷന് വേണ്ടി പോകുന്നു. ചില ദിവസങ്ങളിൽ നമുക്ക് ഒരുപാട് സമയം വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരാറില്ലേ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ട്? വരാറില്ലേ? ഒരുപാട് നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് വെയിറ്റിംഗ് ടൈം ചിലവാകും അല്ലെ. അപ്പൊ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ. അപ്പൊ എപ്പോഴും നമ്മൾ പറയുന്നത് എന്താ, നല്ലൊരു ഹോസ്പിറ്റൽ ആണെങ്കിൽ, നല്ല സർവീസ് നൽകുന്ന ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അധിക സമയം നമ്മൾ വെയിറ്റ് ചെയ്യിപ്പിക്കരുത് അല്ലെ. പേഷ്യൻസിന് അധിക സമയം വെയിറ്റ് ചെയ്യിപ്പിക്കാതെ ഉടനടി ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ ചെയ്ത് കൊടുക്കണം എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലെ. അങ്ങനെയല്ല പഠിച്ചിരിക്കുന്ന ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ സർവീസുകളിൽ വരുന്ന കാര്യമല്ലേ ഇത്. ഏറ്റവും എളുപ്പത്തിൽ അല്ലെങ്കിൽ വളരെ വേഗത്തിൽ നമുക്ക് തരണം എന്നുള്ളത്. അതേസമയം അങ്ങനെ എന്തെങ്കിലും ഒരുപാട് സമയം വെയിറ്റ് ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞാൽ എന്താ, അവിടുത്തെ സർവീസുകളിൽ അത്ര തൃപ്തിയല്ല അല്ലെ. അവിടുത്തെ സർവീസുകൾ അത്ര നല്ല രീതിയിലല്ല നടക്കുന്നത്. കാരണം അവിടുത്തെ എല്ലാ നല്ല പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലാണ് നടക്കുന്നതെങ്കിൽ അവിടെ അധികം സമയം നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിവ് വരില്ല. അതേസമയം കൃത്യമായിട്ടുള്ള അറേഞ്ച്മെന്റോ കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ടാണ് ആ ഒരു വെയിറ്റിംഗ് ടൈം നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ ഒരു ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷന് വേണ്ടി ഒരു പേഷ്യന്റ് വന്നാൽ അവര് വന്ന സമയം മുതൽ അവർ കൺസൾട്ടേഷൻ നടക്കുന്ന സമയം വരെ എത്ര സമയം അവര് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു, അതിന്റെ റേറ്റ് ആണ് വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസിസ്. ഇപ്പൊ രോഗനിർണയം നടത്താൻ വേണ്ടി നമ്മളിപ്പോ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലോ അല്ലെങ്കിൽ ഒരു ലബോറട്ടറിയിലൊക്കെ ചെല്ലുമ്പോ ഇതുപോലെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ ഒരുപാട് എല്ലാവരും ഒരുമിച്ച് കയറ്റാൻ പറ്റില്ലല്ലോ. അപ്പൊ അതെന്ത് ചെയ്യും, നമുക്ക് റിക്വസ്റ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറയും അല്ലെ. ഓരോ ആദ്യം വന്നവരുടെ മുറയ്ക്ക് അനുസരിച്ചായിരിക്കും നമ്മളെ വിളിക്കാം. അങ്ങനെയല്ലേ, ഒരു എക്സ്റേ എടുക്കണമെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് അവർ പറയുന്നത് വിളിക്കുന്നതിനനുസരിച്ചാണ് നമ്മളെ കയറ്റുന്നത് എല്ലായിടത്തോട്ട്. അപ്പൊ അങ്ങനെ എത്ര സമയം ഈ ഒരു ഡയഗ്നോസിസ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു രോഗനിർണയത്തിന് വേണ്ടി ആ ഒരു എക്സ്റേയിലോ അല്ലെങ്കിൽ ലബോറട്ടറിയിലോ ഒക്കെ ആ ഒരു ടെസ്റ്റ് ചെയ്യാനായിട്ട് എത്ര സമയം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ടതായിട്ട് വരണം. അധികം വെയിറ്റിംഗ് സമയം എടുത്തിട്ടില്ലെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അവിടുത്തെ പ്രൊസീജിയേഴ്സ് ഒക്കെ നന്നായി നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുക. അപ്പൊ ആ ഒരു റേറ്റ് നമ്മൾ എടുക്കുന്നു. അടുത്തതാണ് സ്റ്റോക്ക് ഔട്ട് റേറ്റ് ഓഫ് എമർജൻസി മെഡിക്കേഷൻസ്. അതായത് വളരെ എമർജൻസി അല്ലെങ്കിൽ അടിയന്തര സാഹചര്യത്തിൽ ഉപയോഗിക്കുന്ന കുറെ മരുന്നുകളുണ്ട്. അത് ആ ഹോസ്പിറ്റൽ ഒരു ലിസ്റ്റ് ഉണ്ട്, ആ എമർജൻസി മെഡിസിൻസുമായി ബന്ധപ്പെട്ട ഒരു ലിസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പൊ ആ ഒരു ലിസ്റ്റിലുള്ള ഏതെങ്കിലും മരുന്നുകൾ ഒരു എമർജൻസി റിക്വസ്റ്റ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഈ എമർജൻസി മെഡിക്കേഷൻ ലിസ്റ്റിലുള്ള ഏതെങ്കിലും മരുന്നുകൾ സ്റ്റോക്ക് ഔട്ട് ആയി പോകുക അല്ലെങ്കിൽ തീർന്നു പോകുന്നതിനെയാണ് സ്റ്റോക്ക് ഔട്ട് റേറ്റ് ഓഫ് എമർജൻസി മെഡിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ലിസ്റ്റിലുള്ള എല്ലാ മരുന്നുകളും എപ്പോഴും അവിടെ അവൈലബിൾ ആയിരിക്കണം. പക്ഷേ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസിൽ നമ്മൾ അത് ആവശ്യപ്പെടുന്ന സമയത്ത് ചിലപ്പോ ചിലവ എന്ത് ചെയ്യുന്നുണ്ടാവില്ല, അവിടെ അവൈലബിൾ ആക്കിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടില്ല, തീർന്നു പോയിട്ടുണ്ടാവാം. അപ്പൊ അങ്ങനെ എത്ര മരുന്നുകളാണ് ആ ലിസ്റ്റിലുള്ള ഏതൊക്കെ എമർജൻസി മെഡിസിൻസ് ആണ് സ്റ്റോക്ക് ഔട്ട് ആയിരിക്കുന്നത്, ആ ഒരു പ്രസന്റ് ടൈം പീരീഡില് ഏതൊക്കെ മെഡിസിൻസ് ആണ് സ്റ്റോക്ക് ഔട്ട് ആയിരിക്കുന്നത്, അതിന്റെ റേറ്റ് ആണ് സ്റ്റോക്ക് ഔട്ട് റേറ്റ് ഓഫ് എമർജൻസി മെഡിക്കേഷൻ പറയുന്നത്. അടുത്തത് പേഷ്യന്റ് ഫോൾ റേറ്റ്. പേഷ്യന്റ് ഫോൾ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? ഇപ്പൊ പേഷ്യൻസ് ഒക്കെ ഫോൾ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഫോൾ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ,
വീഴുക അല്ലെ. അപ്പൊ പേഷ്യന്റ് ഫോൾ റേറ്റും ഇത് തന്നെയാണ്. ഇപ്പൊ ഹോസ്പിറ്റൽ സെറ്റിംഗ്സിനുള്ളില് അതുമായി ബന്ധപ്പെട്ട പേഷ്യൻസ് എത്ര പേര്, അതായത് ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ മനഃപൂർവ്വമല്ലാത്ത ചിലപ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ എന്ത് ചെയ്യാം, ചിലപ്പോ അവർക്ക് നേരെ നടക്കാൻ പറ്റാത്ത, ഇപ്പൊ ബുദ്ധിമുട്ടുള്ളവർ, ഇപ്പൊ പ്രോപ്പറായിട്ട് നടന്ന് പോവാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും അല്ലെ. അപ്പൊ അത് മനഃപൂർവ്വമല്ലാതെ ചിലപ്പോൾ അവർ പോകുന്ന സമയത്ത് അവർക്ക് നിൽക്കാനോ നേരെ നിൽക്കാനോ കാര്യങ്ങളൊക്കെ പറ്റാതെ വരുമ്പോൾ ചിലപ്പോൾ വീണു പോകാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രൗണ്ടിൽ എന്തെങ്കിലും സാധനങ്ങൾ കിടന്നാല് അതിൽ തട്ടി വീഴാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ എന്തൊക്കെ ആ ഒരു അറിവോട് കൂടി അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടല്ലാതെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളാൽ മനഃപൂർവ്വമല്ലാതെ ചിലപ്പോൾ എന്തെങ്കിലും തട്ടിയോ അല്ലാതെ നടന്നു നിൽക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ അവർ താഴെ വീണ് പോയേക്കാം. അങ്ങനെ നമ്മുടെ ഹോസ്പിറ്റലിൽ ആ പർട്ടിക്കുലർ ടൈം പീരീഡില് എത്രത്തോളം സംഭവങ്ങൾ, താഴെ വീഴുന്ന സംഭവങ്ങൾ ഉണ്ടായി, അതിന്റെ റേറ്റ് ആണ് പേഷ്യന്റ് ഫോൾ റേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? പേഷ്യന്റ് ഫോൾ റേറ്റ്. അടുത്തത് ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പൊ ഹോസ്പിറ്റലില് നമുക്ക് ട്രീറ്റ്മെന്റ് തരുമ്പോഴോ അല്ലാത്ത സമയത്തൊക്കെ നീഡലുകൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. നമുക്ക് ഡ്രിപ്പോ കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ മരുന്നുകൾ തരണം, അപ്പൊ മെഡിസിൻസ് കാര്യങ്ങളൊക്കെ തരണമെങ്കിൽ നീഡിൽസ് ഉപയോഗിച്ച് നമുക്ക് ഇഞ്ചക്ഷനോ കാര്യങ്ങളൊക്കെ തരാറുണ്ട്. അപ്പൊ അങ്ങനെ തരുന്ന സമയത്ത് അവർ അറിഞ്ഞുകൊണ്ടല്ലാതെ ചിലപ്പോ ആ നീഡിൽസ് ഒക്കെ നമ്മുടെ ബോഡിയിലോ കാര്യങ്ങളോ ഒക്കെ എന്ത് ചെയ്യാം, തുളഞ്ഞു കയറാം അല്ലെ. അപ്പൊ അത് മനഃപൂർവ്വമല്ലാത്ത, മനഃപൂർവ്വം നമുക്ക് കുത്തുന്ന എന്താണ്, ഇഞ്ചക്ഷനോ കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി നമുക്ക് വരാറുണ്ട്. അതല്ലാതെ എന്തെങ്കിലും നീഡിൽ സ്റ്റിക്കുമായി ചിലപ്പോൾ നേഴ്സ് അവിടെ എന്തെങ്കിലും ഒരു നീഡിൽ വെക്കുന്നതിൽ നിന്നും അറിയാതെ ചിലപ്പോൾ നമ്മുടെ മേത്ത് കയറുന്നതാവാം. അല്ലാത്ത രീതിയിൽ ചിലപ്പോൾ കൈ തട്ടി കഴിഞ്ഞാൽ അവിടെ എങ്ങനെയെങ്കിലും ചിലപ്പോൾ നമ്മുടെ നീഡിൽസ് എന്ത് ചെയ്യാം, നമ്മുടെ ബോഡിയിലേക്ക് സ്റ്റിക്കായി വരാം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നീഡിൽസ് കൊണ്ട് മുറിവുകളോ കാര്യങ്ങളോ ഉണ്ടാവാം. അപ്പൊ അവിടെ ഇൻപേഷ്യന്റ് ആയിട്ടുള്ള എല്ലാ ആളുകളില് എത്ര പേർക്ക് ആ ഒരു ടൈം പീരീഡിനുള്ളിൽ ഇതുപോലെയുള്ള നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ട്? അതൊക്കെ ചിലപ്പോൾ നമുക്ക് ആ ഒരു സുഷിരമാണ്, ശരിക്കും ഒരു കുത്തുമ്പോ ഉള്ള ഒരു സുഷിരം അല്ലെങ്കിൽ ആ ഒരു നീഡിൽ വഴി ഉണ്ടായിട്ടുള്ള ആ ഒരു ഹോൾ അല്ലെങ്കിൽ ആ ഒരു മുറിവ് എത്ര പേർക്ക് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്? അതപ്പോ എന്താണ്, ചിലപ്പോ ബ്ലഡോ ബ്ലഡോ കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് വന്നിട്ടുണ്ടാവാം. അപ്പൊ നമ്മുടെ ബോഡിയെ ഹിറ്റ് ചെയ്യുന്ന രീതിയിൽ എന്താണ്, ബോഡിയെ പല രീതിയിൽ പിയേഴ്സ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ എന്തെങ്കിലും നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് എത്ര എണ്ണം, അതാണ് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ എല്ലാവർക്കും ഉണ്ടാവണം എന്നില്ല, ചിലപ്പോൾ 1-2 പേർക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിന്റെ റേറ്റ് ആണ്. അടുത്തത് സ്യൂട്ടബിൾ ഹാൻഡ് ഓവർ ഡ്യൂറിങ് ഷിഫ്റ്റ് ചേഞ്ച് സെപ്പറേറ്റ് ഫോർ ഡോക്ടേഴ്സ് ആൻഡ് നഴ്സ്. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഹോസ്പിറ്റലിലെ ജീവനക്കാർക്ക് ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലെ. ഷിഫ്റ്റ് അടിസ്ഥാനത്തിലല്ലേ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ ഒരാളുടെ ഷിഫ്റ്റ് കഴിഞ്ഞ് അടുത്ത ആളുടെ ഷിഫ്റ്റിലേക്ക് അടുത്ത ആളാണ് ആ ഷിഫ്റ്റിലേക്ക് വരിക അല്ലെ, ആ ഒരു ഡ്യൂട്ടി ചെയ്യാനായിട്ട് വരിക അല്ലെ. അപ്പൊ ആ ഒരാൾ പോകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, അവരുടെ മെഡിക്കൽ റെക്കോർഡ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മറ്റേയാളെ കൃത്യമായിട്ട് ഹാൻഡ് ഓവർ ചെയ്തിട്ടാ പോകുന്നത് അല്ലെ. ഒരാൾക്ക്, അതായത് അടുത്ത ഷിഫ്റ്റില് ജോലിക്ക് വരുന്നത് ആരാണോ, ഏത് സ്റ്റാഫാണോ, അവരിലേക്ക് കൃത്യമായിട്ട് ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡ്സ് കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു, ആ ഡ്യൂട്ടി ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അവരിലേക്ക് കൈമാറ്റം ചെയ്ത് കൊടുത്തിട്ടാണ് പോകുന്നത്. ഇപ്പൊ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ നഴ്സസ് ആയിക്കോട്ടെ അവർ അങ്ങനെ ചെയ്യണം. അപ്പൊ അങ്ങനെ വളരെ അനുയോജ്യമായ രീതിയിൽ എത്ര ആളുകൾ ഇങ്ങനെ ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ചെല്ലുമ്പോൾ ഒരു നഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ വൈകിട്ടാവുമ്പോൾ അടുത്തൊരു നഴ്സ് ആയിരിക്കും ആ ഒരു ഡ്യൂട്ടി ചെയ്യാൻ വരുന്നത്. അപ്പൊ വരുന്ന ആൾക്ക് അറിയണമല്ലോ ഈ പറയുന്ന ആളുകൾക്ക് എന്തൊക്കെ മരുന്നുകൾ കൊടുത്തു, എന്തൊക്കെയാണ് ഇനി കൊടുക്കാനുള്ളത് അല്ലെ, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്, ഡോക്ടേഴ്സ് എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പ്രോപ്പർ ആയിട്ട് ഈ ഒരു മെഡിക്കൽ റെക്കോർഡ് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യണം, അല്ലെങ്കിൽ കൈമാറ്റം ചെയ്തിട്ട് വേണം പോവാനായിട്ട്. അങ്ങനെ അനുയോജ്യമായിട്ടുള്ള കൈമാറ്റങ്ങൾ എത്ര എണ്ണം നടന്നിട്ടുണ്ട്, അതിന്റെ റേറ്റ് ആണ് സ്യൂട്ടബിൾ ഹാൻഡ് ഓവർ ഡ്യൂറിങ് ഷിഫ്റ്റ് ചേഞ്ചിൽ നമ്മൾ കാണുന്നത്. അടുത്തത് കംപ്ലൈൻസ് റേറ്റ് ടു മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽസ്. അതായത് മെഡിസിൻസ് ഒക്കെ നമ്മുടെ ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് പ്രിസ്ക്രൈബ് ചെയ്യേണ്ടത്. പക്ഷെ എല്ലാ ഡോക്ടേഴ്സും ചിലപ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിലെ പ്രിസ്ക്രിപ്ഷൻസ് എഴുതാറില്ല. അപ്പൊ അതില് എത്ര പേര് ഈ പറയുന്ന ക്യാപിറ്റൽ ലെറ്റേഴ്സിലെ പ്രിസ്ക്രിപ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, കംപ്ലൈൻസ് റേറ്റ് പാലിക്കുന്നുണ്ട്, അതായത് കൃത്യമായിട്ട് പാലിച്ച് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ തന്നെ പ്രിസ്ക്രിപ്ഷൻ എഴുതുന്ന എത്ര മെഡിക്കേഷൻ റെക്കോർഡുകൾ ആണ് ഉള്ളത്? കൃത്യമായിട്ട് പാലിക്കുന്ന മെഡിക്കൽ റെക്കോർഡുകളുടെ എണ്ണവും അതിന്റെ റേറ്റുമാണ്
കംപ്ലൈൻസ് റേറ്റ് ടു മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റലിൽ പറയുന്നത്. ഓക്കെ, ഈ 32 എണ്ണവും കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിൽ വരുന്ന കാര്യങ്ങളാണ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടിരുന്നത് എവിടെ മുതലാ? നോക്കി, നമ്മള് നാബിന്റെ ഡോക്യുമെന്റേഷൻ ആവശ്യമായിട്ടുള്ള റിക്വയർമെന്റ്സിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ അതിൽ ഒന്നാമത് നമ്മൾ പറഞ്ഞത് മാനുവൽസ് വേണം, ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട്, സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട്, ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട് മാനുവൽസ് വേണം എന്ന് പറഞ്ഞു. രണ്ടാമത്തത് കമ്മിറ്റികൾ വേണം എന്ന് പറഞ്ഞു. മൂന്നാമത്തത് ഈ പറയുന്ന 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്, നാബ് നിർബന്ധമായിട്ടും പാലിക്കേണ്ടി വരുന്ന, നാബ് നിർബന്ധമായിട്ടും നിന്നിരിക്കുന്ന ഈ 32 കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, മെഷർ ചെയ്യണം എന്ന് പറഞ്ഞു. നാലാമത്തതാണ് ഈ ഒരു മൂന്നാമത്തിൽ വരുന്നതാണ് ഇതൊക്കെ. നാലാമത്തെ കാര്യമാണ് അടുത്തത്, സൈനേജ് ഓഫ് ബൈലിംഗ്വൽ ദാറ്റ് ഇൻക്ലൂഡ് പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതായത് അവിടെയുള്ള പേഷ്യൻസ്, സൈനേജ് എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ ബോർഡുകൾ കണ്ടിട്ടില്ലേ? ബൈലിംഗ്വൽ അതായത് ദ്വിഭാഷയിലുള്ളത്, 2 ഭാഷയിലുള്ള സൈൻ ബോർഡുകൾ വേണം. എന്തിനു വേണ്ടി? 2 ഭാഷയിൽ നമ്മുടെ മാതൃഭാഷയിൽ ഒരെണ്ണം ഉണ്ടാവും, മറ്റൊരെണ്ണം കോമൺ ആയിട്ട് ഒരു ഇംഗ്ലീഷ് ഒക്കെയാണ് യൂസ് ചെയ്യാറ്. അപ്പൊ അത് എല്ലാവർക്കും, അതായത് മലയാളം വായിക്കാൻ അറിയാത്തവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള വേറൊരു ഭാഷ അങ്ങനെയായിരിക്കും. നമ്മുടെ പ്രാദേശികമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഭാഷയും ഉണ്ടാവും, മറ്റൊരു ഭാഷയും കൂടി ഉണ്ടാവും. അപ്പൊ അങ്ങനെ 2 ഭാഷയിൽ ദ്വിഭാഷയിൽ അടങ്ങിയിട്ടുള്ള സൈൻ ബോർഡുകൾ, ദാറ്റ് ഇൻക്ലൂഡ് പേഷ്യൻസിന്റെ റൈറ്റ്സ്, അവരുടെ അവകാശങ്ങള്, അവരുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന രീതിയിലുള്ള സൈനേജ് അല്ലെങ്കിൽ സൈൻ ബോർഡുകൾ സ്ഥാപിക്കുക. അപ്പൊ ഒരു ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ പേഷ്യൻസിന് എന്തൊക്കെ അവകാശങ്ങളുണ്ട് അത് നമുക്ക് ആ ഒരു സൈൻ ബോർഡിൽ നോക്കിയാൽ വായിച്ചാലും മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ റൈറ്റ്സ് മാത്രമല്ല, അവര് പാലിക്കേണ്ട കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അല്ലെ. ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ് പാലിക്കേണ്ട കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ, അതും ഇതുപോലെ തന്നെ സൈൻ ബോർഡുകളിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കും. അത് 2 ഭാഷയിൽ അത് കൃത്യമായിട്ട് എഴുതി സൈൻ ബോർഡുകളായിട്ട് പ്രദർശിപ്പിച്ചും ഇരിക്കണം. അടുത്തത് സ്റ്റാഫ് ട്രെയിനിങ് റെക്കോർഡ്. അഞ്ചാമത്തേതാണ് സ്റ്റാഫുകൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങൾ, പരിശീലനങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റെക്കോർഡുകൾ ഉണ്ടാവും. എന്തിലൊക്കെ അവർക്ക് ട്രെയിനിങ്ങുകൾ കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെ സ്റ്റാഫുകൾക്കാണ് പരിശീലനങ്ങൾ നൽകിയിരിക്കുന്നത്, എത്ര നാളിടപെട്ടാണ് നൽകിയിരിക്കുന്നത്, ഏതൊക്കെ തീയതികളിലാണ് ചെയ്തിരിക്കുന്നത്, അങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള റെക്കോർഡുകൾ പരിശോധിക്കുക. അതുപോലെ തന്നെ സ്റ്റാഫ് ഇമ്മ്യൂണൈസേഷൻ. ഇപ്പൊ അവിടെ നമ്മൾ വരുന്ന പേഷ്യൻസിന് മാത്രമല്ല ഇമ്മ്യൂണൈസേഷൻ അല്ലെ, സ്റ്റാഫുകൾക്ക് ഇമ്മ്യൂണൈസേഷൻ കൊടുക്കാറുണ്ട് ഇല്ലേ. ഇപ്പൊ ഓരോരോ മരുന്നുകള്, അതായത് ഇപ്പൊ ഒരു കോവിഡ് ഒക്കെ വന്ന സമയത്താണെങ്കിലും ആദ്യം ഇമ്മ്യൂണൈസേഷൻ എടുക്കേണ്ടത് ആരാണ്? അവിടുത്തെ സ്റ്റാഫുകളല്ലേ. കാരണം അവരിലൂടെയും ഈ പറയുന്ന രോഗങ്ങളോ കാര്യങ്ങളോ ഒക്കെ വന്നാൽ അവരിലൂടെ പകരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ കൃത്യമായ ഇടവേളകളിൽ അവർക്ക് ഇമ്മ്യൂണൈസേഷനും കാര്യങ്ങളും കൊടുക്കാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട റെക്കോർഡുകളും കാര്യങ്ങളും കൃത്യമായിട്ട് ഈ ഒരു ലാബിന്റെ ഡോക്യുമെന്റേഷൻ ആവശ്യമാണ്. അടുത്തത് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ്, അതായത് നിയമപരമായിട്ടുള്ള കുറെ റിക്വയർമെന്റ്സ് ഉണ്ട് ഒരു സ്ഥാപനത്തിന് അല്ലെ, ഒരു ഹോസ്പിറ്റലിന് പ്രത്യേകിച്ച്. എന്തൊക്കെയാണ് നിയമാനുസൃതമായിട്ടുള്ള ആവശ്യകതകള്? ഒരു ഹോസ്പിറ്റലിന് നിയമാനുസൃതമായിട്ട് ഫയർ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കേഷൻസ് വേണം, വേണ്ടേ? അപ്പൊ അങ്ങനെ ഒരു ഫയറും കാര്യങ്ങളോ വരുമ്പോ അതുമായി ബന്ധപ്പെട്ട മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫയർ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കേഷൻസ് വേണം. പൊല്യൂഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കേഷൻസ് വേണം അല്ലെ. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കേഷൻസ് വേണം. റേഡിയേഷനുമായി ബന്ധപ്പെട്ട ലൈസൻസുകൾ വേണോ? ഇതൊക്കെ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ് ആണ്, നിയമാനുസൃതമായിട്ടുള്ള ആവശ്യകതകളാണ് അല്ലെ ഒരു ഹോസ്പിറ്റലിന്റെ. ആണോ? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാതിരിക്കുന്നത്? അതുകൊണ്ടാണോ അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട്, അതായത് ഈ നാബ് ഡോക്യുമെന്റേഷൻ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കണമെങ്കിൽ അതിൻ്റെതായ ലൈസൻസുകൾ വേണം അല്ലെ. അതിന്റെ അതോറിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചതല്ലേ, ഈ RD ഒക്കെ പഠിച്ചതല്ലേ. അപ്പൊ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നുള്ള ലൈസൻസ്, അതുപോലെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ലൈസൻസ്, ഇതൊക്കെ നിർബന്ധിതമായിട്ടുള്ള നിയമാനുസൃതമായിട്ടുള്ള ആവശ്യകതകളാണ്. ഇത് നിയമം ലീഗലി അവർക്ക് വേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ട്
ഉണ്ടായിരിക്കണം. അതുപോലെ ഹോസ്പിറ്റൽസ് വൈഡ് ഇന്റേണൽ ഓഡിറ്റ് ടു ബി മാനേജ്ഡ് വൺസ് ഇൻ എ മന്ത്. ഹോസ്പിറ്റലില് നമ്മുടെ ഓഡിറ്റ് നടത്താറുണ്ട് അല്ലെ, നമ്മൾ പഠിച്ചതല്ലേ ഓഡിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് അല്ലെ. അപ്പൊ ഇന്റേണൽ ഓഡിറ്റ്, അതായത് എക്സ്റ്റേണൽ ഓഡിറ്റ് അല്ല, പുറമേ ഉള്ള ഏജൻസി അല്ല, ആ ഹോസ്പിറ്റലിനകത്തുള്ള ജീവനക്കാരൻ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന ഇന്റേണൽ ഓഡിറ്റുമായി ബന്ധപ്പെട്ട, അതായത് വൺസ് ഇൻ 6 months, അതായത് ഒരു വർഷത്തിൽ 6 മാസം കൂടുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ഇന്റേണൽ ഓഡിറ്റുകൾ ചെയ്തിട്ടുണ്ടാവണം. ഹോസ്പിറ്റലിൽ മൊത്തത്തില് ഉൾപ്പെടുത്തിക്കൊണ്ട് 6 മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇന്റേണൽ ഓഡിറ്റുകൾ ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട റെക്കോർഡുകൾ പരിശോധിക്കുക. അതുപോലെ തന്നെ 2 ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രൊജക്ടിന്റെ ഇയർ, ഒരേ വർഷത്തിൽ 2 ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊജക്ടുകൾ നടപ്പിലാക്കണം. അതൊക്കെ ഹോസ്പിറ്റലിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അവിടുത്തെ ഒരു വർഷത്തില് 2 ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, അതായത് അവിടുത്തെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊജക്ടുകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ പറഞ്ഞിരിക്കുന്ന കുറെ മാനദണ്ഡങ്ങളാണ്. അത് കൃത്യമായിട്ട് അവർ പാലിക്കുന്നുണ്ടോ എന്ന് ഡോക്യുമെന്റ് ചെയ്യുകയാണ് അവർ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു 2 ക്വാളിറ്റി ഇംപ്രൂവ്മെന്റുമായി ബന്ധപ്പെട്ട പ്രൊജക്ടുകൾ ഒരു വർഷത്തിൽ 2 പ്രാവശ്യം നടപ്പിലാക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് പരിശോധിക്കും. അടുത്തതാണ് ഇൻസിഡന്റ് റിപ്പോർട്ട് മാനേജ്മെന്റ്, അതായത് വിച്ച് കൺസിസ്റ്റ് ഓഫ് ഐഡന്റിഫിക്കേഷൻ, റിപ്പോർട്ടിംഗ്, റിവ്യൂവിംഗ് ആൻഡ് ആക്ഷൻ ഓൺ ഇൻസിഡൻസ്. ദിസ് കുഡ് കൺസിസ്റ്റ് ഓഫ് നിയർ മിസ്, സെന്റിനൽ ഇവന്റ് ഓർ അഡ്വേഴ്സ് ഇവന്റ്സ്. അതായത് ഇപ്പൊ നിയർ മിസ് ആയിട്ടുള്ള, നമ്മൾ പറഞ്ഞു ജസ്റ്റ് മിസ് ആയിട്ടുള്ള ഇവന്റ്സ് ആവാം, അല്ലെങ്കിൽ സെന്റിനൽ ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിതമായിട്ടുള്ള, നമ്മൾ എക്സ്പെക്ട് ചെയ്യാതെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇവന്റ്സ് അല്ലെങ്കിൽ പ്രതികൂലമായിട്ടുള്ള സംഭവങ്ങളോ കാര്യങ്ങളോ ആ ഹോസ്പിറ്റലിൽ ഉണ്ടാവുന്നു. അപ്പൊ അങ്ങനെ ഹോസ്പിറ്റലിനുള്ളിൽ വെച്ച് അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ ഏതൊക്കെയാണ്, അത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ, അത് കൃത്യമായിട്ട് അതിന്റെ അവലോകനങ്ങൾ ചെയ്യുകയും അതിനെതിരെ ആക്ഷൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഒരു ഇൻസിഡന്റ് റിപ്പോർട്ട് മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നു, അതുമായി ബന്ധപ്പെട്ട എല്ലാ റിപ്പോർട്ടുകളും, അതൊരു ഏതാണ് ആ ഒരു ഇൻസിഡന്റ്, അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ്, അതിനെ കൃത്യമായിട്ടുള്ള ഒരു റിവ്യൂ ചെയ്ത് അല്ലെങ്കിൽ അവലോകനം ചെയ്യുന്നു, അതിനെതിരെയുള്ള ആക്ഷൻസ് എന്തൊക്കെയാണ് ഒരു ഇൻസിഡന്റിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നാം എന്ത് ചെയ്യുന്നു, ഡോക്യുമെന്റേഷൻ ചെയ്യും. അപ്പൊ 10 എണ്ണമാണ് നാം ഡോക്യുമെന്റേഷനുമായി ബന്ധപ്പെട്ട ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. അതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കിയത്. സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ നിയമാനുസൃതമായിട്ടുള്ള ആവശ്യകതകൾ. നമ്മൾ പറഞ്ഞില്ലേ, ഫയർ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കേഷൻസ് വേണം, റേഡിയോളജിയുമായി ബന്ധപ്പെട്ട റേഡിയേഷനുമായി ബന്ധപ്പെട്ട ലൈസൻസുകൾ വേണം, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ പൊല്യൂഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കേഷൻസ്. ഇതൊക്കെ നിയമാനുസൃതമായിട്ട് ആ ഒരു സ്ഥാപനത്തിന് വേണ്ട ആവശ്യകതകളാണല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. വായിച്ചു കഴിഞ്ഞെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. അപ്പൊ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിനെ തന്നെയാണ് അതർവൈസ് കോൾഡ്
കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിനൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. അപ്പൊ രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററും ക്വാളിറ്റി ഇൻഡിക്കേറ്ററും. Then the quality refers to the degree of adherence to pre-established criteria or standard. നമ്മൾ ആദ്യം ക്വാളിറ്റിയെ കുറിച്ചൊരു ഡെഫിനിഷൻ പഠിച്ചു അല്ലെ, എന്താണെന്നുള്ളത്. അത് എങ്ങനെയാ പറയുന്നത്? The quality refers to the degree of adherence to pre-established criteria or standards. മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ നിലവാരത്തിന്റെ ഡിഗ്രിയാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ നിലവാരം പാലിക്കുന്നതിന്റെ അല്ലെ അഡ്ഹറൻസ്, അത് പാലിക്കുന്നതിന്റെ ഡിഗ്രിയെയാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇൻഡിക്കേറ്റേഴ്സ്, ഇനി എന്താണ് ഒരു ക്വാളിറ്റി ഇൻഡിക്കേറ്റർ എന്ന് വെച്ചാൽ എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ ഓഫ് ദ പെർഫോമൻസ് ഓഫ് ഫംഗ്ഷൻ, സിസ്റ്റം ഓർ പ്രോസസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഒരു നിശ്ചിത സമയപരിധിയിൽ ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട അവിടുത്തെ പ്രവർത്തനങ്ങളുടെ ആവാം, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന സംവിധാനങ്ങളുടെ ആവാം, അല്ലെങ്കിൽ അവിടുത്തെ പ്രക്രിയകളുടെയൊക്കെ ഒരു പെർഫോമൻസ് അല്ലെ, അവിടുത്തെ പ്രകടനം എങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ ഈ ഒരു കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിൽ എന്താ നമ്മൾ നോക്കിയത്? ഓരോ ഏരിയയിലെയും ഫങ്ഷൻസിലെയും പ്രവർത്തനത്തിന്റെ ആ ഒരു ലെവൽ ഓഫ് പെർഫോമൻസ് എങ്ങനെയാണ് അല്ലെ, അവിടെ നല്ല രീതിയിൽ മികച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നൊക്കെയല്ലേ നമ്മൾ മെഷർ ചെയ്തത്, അളന്നത് അല്ലെ. ഇപ്പൊ ഒരു ഔട്ട് പേഷ്യന്റുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ആ ഒരു വെയിറ്റിംഗ് ടൈം അത് എടുത്ത് മനസ്സിലാവുമല്ലോ. അപ്പൊ എത്ര സമയം അവര് വെയിറ്റ് ചെയ്തതായിട്ട് വന്നു, അത് ഒരുപാട് സമയം എടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവിടെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളല്ല നടക്കുന്നത് അല്ലെ, അവിടെ മെച്ചപ്പെടുത്തൽ ആവശ്യമാണ്. അതേസമയം അധികം വെയിറ്റിംഗ് ടൈമോ കാര്യങ്ങളൊന്നും എടുക്കാതെ ഇരിക്കുന്ന ആ ഒരു റേറ്റ് നമുക്ക് എടുക്കുമ്പോൾ ആ ഒരു പെർഫോമൻസ് ലെവൽ അവിടുത്തെ മനസ്സിലാക്കാൻ പറ്റും അല്ലെ, എത്രത്തോളം പ്രകടന നിലവാരം അവിടെ അവർ കാഴ്ചവെക്കുന്നുണ്ട്. അതിനനുസരിച്ച് അധികം വെയിറ്റിംഗ് ടൈം എടുക്കുന്നില്ല എന്നാണ് നമുക്ക് ആ ഒരു റേറ്റ് കിട്ടുമ്പോൾ മനസ്സിലാവുന്നതെങ്കിൽ അതിനർത്ഥം എന്താ, ഒരു നല്ല രീതിയിലുള്ള പ്രകടനം അവിടെ കാഴ്ചവെക്കുന്നത് കൊണ്ടാണ് അധികം വെയിറ്റിംഗ് ടൈമോ കാര്യങ്ങളോ അവിടെ എടുക്കാത്തത്. അപ്പൊ ആ ഒരു പെർഫോമൻസ് ലെവൽ, ആ ഒരു ഫങ്ഷൻസ് അവരുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാവാം, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ആ ഒരു ടൈം പീരീഡിൽ അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളോ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രകടന നിലവാരം എത്രത്തോളം ഉണ്ടെന്ന് അളക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അളവിനെയാണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ക്വാളിറ്റി ഇൻഡിക്കേറ്ററിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളോ അല്ലെങ്കിൽ നിലവാരമോ പാലിക്കുന്നതിന്റെ ഡിഗ്രിയെയാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ആ ഒരു ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് വിളിക്കുന്ന മറ്റൊരു പേര് എന്താണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ക്വാളിറ്റിയെ കുറിച്ചുള്ള ആ ഒരു ഡെഫിനിഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്, ആദ്യം നമ്മൾ പഠിച്ചതാണ് അല്ലെ. ഈ ഒരു ചാപ്റ്ററിൽ ആദ്യം നമ്മൾ പഠിച്ച ഡെഫിനിഷൻ തന്നെയാണ് പറയുന്നത്. ഇനി ഈ ഒരു മെഷർ എന്താണെന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ? എന്താണ് ഒരു ക്വാളിറ്റി ഇൻഡിക്കേറ്റർ? ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ ആണ്. അപ്പൊ ഡാഷ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ ഓഫ് ദ പെർഫോമൻസ് ഓഫ് ഫംഗ്ഷൻ, സിസ്റ്റം ഓർ പ്രോസസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഇത് ചോദിക്കാം. അങ്ങനെ ചോദിച്ചാൽ എന്താണ്? ക്വാളിറ്റി ഇൻഡിക്കേറ്ററിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. ക്വാളിറ്റി ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള ഒരു മെഷർ അല്ലെങ്കിൽ ഒരു അളവാണ്. എന്തിനെ കുറിച്ചാ? ഒരു ഗിവൺ പീരീഡ് ഓഫ് ടൈം, ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ അവിടെ നടക്കുന്ന ഏതൊരു ഏരിയയിലും നടക്കുന്ന ഫങ്ഷൻസ്, പ്രവർത്തനങ്ങളാവാം, അവിടെ നടക്കുന്ന സംവിധാനങ്ങളാവാം, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന പ്രോസസ് അല്ലെങ്കിൽ പ്രക്രിയകളാവാം, അതിന്റെ പ്രകടനം എത്രത്തോളം ഉണ്ട് എന്ന് മെഷർ ചെയ്യുന്ന അല്ലെങ്കിൽ അളക്കുന്നതിനെയാണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? വേഗം ഒന്ന് നോക്കി. ഓക്കെ, അടുത്തത് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഫോർ KPD ഡിഫറെന്റ് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്. അതായത് വിവിധ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റുകളുടെ വേണ്ടിയിട്ട് KPD എന്ന് പറഞ്ഞാൽ കീ പെർഫോമൻസ് ഡ്രൈവ് ആണ്. അതായത് ഇപ്പൊ ഒരു പെർഫോമൻസ്, അതായത് നല്ല പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ഓരോരുത്തരും എടുക്കുന്ന എഫേർട്ടിനെയാണ് കീ പെർഫോമൻസ് ഡ്രൈവ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ താഴെ പറയുന്നതെല്ലാം
ഓരോ വ്യക്തികളും ആ ഒരു നല്ല പെർഫോമൻസ് കീപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ നല്ല പെർഫോമൻസ് കീപ്പ് ചെയ്യാനായിട്ട് അവർ കുറച്ച് എഫേർട്ട് എടുക്കുന്നുണ്ട്. അത് ഓരോ ഇടങ്ങളിലും എന്തൊക്കെ രീതിയിലാണ് ഈ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് ആ ഒരു എഫേർട്ട് അവർക്ക് എടുക്കാൻ പറ്റുന്നത്, അതാണ് ഇന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഓരോരുത്തരെയും ഓരോ മേഖലയിൽ നിയമിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ ഫസ്റ്റ് നോക്കി നിങ്ങൾ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വേണ്ടിയിട്ട് നഴ്സിംഗ് എഡ്യൂക്കേറ്ററെയാണ് നിയമിച്ചിരിക്കുന്നത്. അവരാണ് ഈ പറയുന്ന ആ ഒരു മേഖലയിലെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് കൃത്യമായിട്ട് നടപ്പിലാക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കേണ്ടതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനുമായി ബന്ധപ്പെട്ട എഫേർട്ടുകൾ എടുക്കേണ്ടതും ആരാണ്? ഈ നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ആണ്. അങ്ങനെ ഓരോ ഏരിയയിലും ഓരോരോ ആളുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു എഫേർട്ട് എടുക്കാൻ അല്ലെങ്കിൽ അതിനു വേണ്ടി റെസ്പോൺസിബിൾ ആയിട്ട് നിയമിച്ചിരിക്കുന്നു. അപ്പൊ അവരാണ് ഈ കീ പെർഫോമൻസ് ഡ്രൈവർ അല്ലെങ്കിൽ ആ ഒരു കീ പെർഫോമൻസുമായി ബന്ധപ്പെട്ട പ്രകടനം കൃത്യമായിട്ട് അതുമായി ബന്ധപ്പെട്ട എഫേർട്ടുകൾ കാര്യങ്ങൾ എടുക്കുന്നതും കൃത്യമായിട്ട് അത് നടപ്പിലാക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുന്നതും. അപ്പൊ അതിൽ ആദ്യത്തേതാണ് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ നഴ്സിംഗ് എഡ്യൂക്കേറ്റർ. അപ്പൊ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും മേൽനോട്ടം വഹിക്കുന്നതും അതിനുള്ള എഫേർട്ടുകൾ എടുക്കുന്നതും ഈ നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ആയിരിക്കും. അപ്പൊ ഈ ഒരു നഴ്സിംഗ് നമ്മൾ പഠിച്ച കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ഇല്ലേ, അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഈ ഒരു നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയായിരിക്കും പറയുന്നത്. നിങ്ങൾക്ക് പറയുമ്പോൾ കുറച്ച് എളുപ്പമായിരിക്കും, കാരണം നമ്മൾ ഓൾറെഡി പഠിച്ചതാണല്ലോ അത്, അല്ലെ? അപ്പൊ അതിൽ ഒന്നാമത്തതാണ് ടൈം ഫോർ ഇനിഷ്യൽ ഇവാലുവേഷൻ ഓഫ് ഇൻപേഷ്യന്റ് ഓർ ഇൻഡോർ പേഷ്യൻസ്. ഇൻപേഷ്യൻസിന് വേണ്ടി, അതായത് ഒരു നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ ഒരു വാർഡിലേക്കോ ഒരു റൂമിലേക്കോ ഒരു പേഷ്യന്റ് എത്തിക്കഴിയുമ്പോൾ അവർക്ക് ആദ്യത്തെ ഇവാലുവേഷൻ അല്ലെ, പ്രാഥമിക വിലയിരുത്തൽ നടത്താനായിട്ട് എത്ര സമയം എടുക്കുന്നു, അത് ഈ ഒരു ഇവിടെ വരുന്നത് ഇതിന് ഉൾപ്പെടുന്ന ഒരു ക്വാളിറ്റി ഇൻഡിക്കേറ്ററിൽ വരുന്ന കാര്യമാണ് അല്ലെ. അതൊരു നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്നതല്ലേ, ആണോ? ഒരു നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് മാത്രമേ ഇതിൽ പറയുള്ളൂ കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ മിസ് പറയുന്നേ? അതിൽ ഒന്നാമത് നോക്കി നിങ്ങൾ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വാളിറ്റി ഇൻഡിക്കേറ്റർ അല്ലേ അത്. അത് വിലയിരുത്താന്ന് പറയുന്നത്, അത് വിലയിരുത്തേണ്ടത് ആരാണ്? നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ആണ്. നോക്കി ഇനീഷ്യലി ഇൻപേഷ്യൻസ് അല്ലെങ്കിൽ ഇൻഡോർ പേഷ്യൻസ് ആയിട്ടുള്ള പേഷ്യൻസ് വരുമ്പോ അവരൊരു വാർഡിലേക്കോ റൂമിലേക്കോ വന്നു കഴിയുമ്പോൾ അവർക്ക് പ്രാഥമിക വിലയിരുത്തൽ എടുക്കാൻ എടുക്കുന്ന സമയം അത് വിലയിരുത്തണം. അതുപോലെ രണ്ടാമത്തത് നമുക്കറിയാം പെർസെന്റേജ് ഓഫ് ഇൻപേഷ്യന്റ് കേസസ് ഇൻ വിച്ച് നഴ്സിംഗ് കെയർ പ്ലാൻ ഈസ് ഡോക്യുമെന്റഡ്. നഴ്സിംഗ് കെയറുമായി ബന്ധപ്പെട്ട പ്ലാനുകൾ കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ള ഇൻപേഷ്യന്റ് കേസുകളുടെ ശതമാനം. അതായത് അവിടെ വരുന്ന എല്ലാ ഇൻപേഷ്യൻസിന്റെയും കേസുകള് അവർക്ക് എന്തൊക്കെ പരിചരണങ്ങൾ കൊടുത്തിട്ടുണ്ട് അതുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്ലാനുകൾ കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ അവരുടെ മെഡിക്കൽ റെക്കോർഡുകളിൽ ഡോക്യുമെന്റ് ചെയ്ത് വെക്കണം. അങ്ങനെ എത്ര ഇൻപേഷ്യന്റ് കേസുകളിലാണ് ഇതുപോലെയുള്ള കൃത്യമായിട്ടുള്ള നഴ്സിംഗ് കെയർ പ്ലാനുകൾ ഡോക്യുമെന്റ് ചെയ്തിരിക്കുന്നത്, അതിന്റെ പെർസെന്റേജ്. ഇതൊക്കെ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് കേട്ടോ. മൂന്നാമത്തത് പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ അവർക്ക് കൊടുക്കുന്ന മരുന്ന് പിശകുകളുടെ എണ്ണം അല്ലെ. അപ്പൊ അവിടെയുള്ള ഇൻപേഷ്യൻസിന് എന്തെങ്കിലും രീതിയിൽ മരുന്ന് കൊടുക്കുന്നതിൽ പിശകുകൾ വന്നിട്ടുണ്ടോ, അതിന്റെ പെർസെന്റേജ് ആണ് പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ അതറിൽ വരുന്നത്. അടുത്തത് നമ്പർ ഓഫ് സെന്റിനൽ ഇവന്റ്സ് റിപ്പോർട്ട്. സെന്റിനൽ ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ടാണ്, അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുക. ഗ്യാതേർഡ് ആൻഡ് എക്സാമിൻ വിത്തിൻ ദ ഡിഫൈൻഡ് ടൈം ഫ്രെയിം. ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു ടൈം ഫ്രെയിമില് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കളക്ട് ചെയ്തിട്ടുള്ള പരിശോധന നടത്തിയിട്ടുള്ള ആ ഒരു എന്തെങ്കിലും സെന്റിനൽ ഇവന്റ്സ് അല്ലെങ്കിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഇവന്റ്സിനെയാണ്, അത് എത്ര നമ്പർ ഓഫ് ഇവന്റ്സ് അങ്ങനെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള എത്ര ഇവന്റ്സ് ആണ് അവിടെ നടന്നിരിക്കുന്നത് നമ്പർ നോക്കിയേ. സെന്റിനൽ ഇവന്റ് ഈസ് ഐഡന്റിഫൈഡ് ആസ് എനി അൺആന്റിസിപ്പേറ്റഡ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. എന്താണ് ഒരു സെന്റിനൽ ഇവന്റ് എന്ന് ചോദിക്കാം. സെന്റിനൽ ഇവന്റ് ഈസ് ഡിഫൈൻഡ് ആസ് എനി അൺആന്റിസിപ്പേറ്റഡ് event in a healthcare setting that result in death or serious physical or psychological injury to a patient or patients not connected with the natural course of the patient's illness. അതായത് സെന്റിനൽ ഇവന്റ് എന്ന് പറഞ്ഞാൽ ഒരു അൺഎക്സ്പെക്ടഡ് ആണ്. അതായത് അത് നമുക്ക് അൺആന്റിസിപ്പേറ്റഡ് എന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്തതായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഇനി ഹെൽത്ത് കെയർ സെറ്റിംഗ്, ഒരു ആരോഗ്യ പരിചരണ സെറ്റിംഗ്സ് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ പോലെയുള്ള ഒരു ഹെൽത്ത് കെയർ സെറ്റിംഗിനുള്ളിൽ വരുന്ന പ്രതീക്ഷിക്കാതെ ഉണ്ടായ സംഭവങ്ങൾ ദാറ്റ് റിസൾട്ടിങ്, ചിലപ്പോൾ അങ്ങനെ പ്രതീക്ഷിക്കാതെ ഉണ്ടായ എന്തെങ്കിലും ഒരു സംഭവത്താല് അവിടെ വന്നിരിക്കുന്ന പേഷ്യൻസിനോ അവർ
ഒരു പേഷ്യന്റിനാവാം അല്ലെങ്കിൽ പേഷ്യൻസിന് ഒന്നിലധികം പേഷ്യൻസിന് എന്തെങ്കിലും മരണമോ അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ശാരീരികമോ മാനസികമോ ആയിട്ടുള്ള പരിക്കുകൾ പറ്റാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് നോട്ട് കണക്റ്റഡ് വിത്ത് ദ നാച്ചുറൽ കോഴ്സ് ഓഫ് ദ പേഷ്യന്റ് ഇൽനെസ്. പേഷ്യൻസിന്റെ നാച്ചുറൽ ആയിട്ടുള്ള അവരുടെ രോഗബാധയല്ലാതെ അതുമായിട്ടൊരു കണക്ഷൻ ഇല്ലാതെ ഇങ്ങനെയുള്ള അപ്രതീക്ഷിതമായ എന്തെങ്കിലും സംഭവങ്ങളിൽ നിന്ന് ആ പേഷ്യന്റിന്റെ മരണമോ അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ശാരീരികമോ മാനസികവുമായിട്ടുള്ള എന്തെങ്കിലും മുറിവുകളോ പരിക്കുകളോ ഉണ്ടാവുന്നതിനെയാണ് സെന്റിനൽ ഇവന്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇവന്റ്സോ സംഭവങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ നമ്പർ എത്ര എണ്ണമാണ്, അതിന്റെ റേറ്റ് എടുക്കും. അടുത്തത് അഞ്ചാമതാണ് പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ് ദാറ്റ് മൈറ്റ് ഹാവ് ഹാപ്പൻ ബട്ട് നോട്ട് ഹാപ്പൻ. അതെന്ന് വെച്ചാൽ എന്താ, നിയർ മിസ് ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലെ, ജസ്റ്റ് മിസ്സായി പോകുന്ന കേസുകൾ. അപ്പൊ അങ്ങനെ ചിലപ്പോ അങ്ങനെ ഒരു സംഭവം നടക്കാതെയും ഇരിക്കാം അല്ലെ, ഉറപ്പില്ല. നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിലെ ആ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിലുള്ള സമയത്ത് ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും അപകടങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിവായി പോവാം. ചിലപ്പോൾ അങ്ങനെ ഒരു അപകടം ചിലപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിയർ മിസ്സോ കാര്യങ്ങളോ സംഭവിക്കാതെയും ഇരിക്കാം. അടുത്തത് ആറാമത്തത് പ്രോപ്പർ ഹാൻഡ് ഓവർ ഡ്യൂറിങ് ഷിഫ്റ്റ് ചേഞ്ച് അല്ലെ. ഓരോ ഡ്യൂട്ടി ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഡോക്ടേഴ്സ് ആയാലും നഴ്സസ് ആയാലും കൃത്യമായിട്ട് ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡുകൾ അടുത്ത ഷിഫ്റ്റ് ഡ്യൂട്ടിയിലേക്ക് വരുന്ന ആളുകൾക്ക് സ്റ്റാഫുകൾക്ക് എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ഹാൻഡ് ഓവർ ചെയ്തിരിക്കണം. ആപ്ലിക്കബിൾ ടു ഡോക്ടർ ആൻഡ് നഴ്സ് പെർ പേഷ്യന്റ് പെർ ഷിഫ്റ്റ്. ഓരോ പേഷ്യന്റിനും ഓരോ ഷിഫ്റ്റ് കഴിയുമ്പോഴും അവരുടെ ആ ഒരു കൃത്യമായിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ് അടുത്ത വരുന്ന ഡ്യൂട്ടിയിൽ വരുന്ന ആളുകൾക്ക് ശരിയായ രീതിയിൽ ഹാൻഡ് ഓവർ ചെയ്തിരിക്കണം. ഇൻസിഡന്റ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ എറേഴ്സ്. ഇനി പേഷ്യൻസിന് ചിലപ്പോ ഐഡന്റിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പിശകുകളോ കാര്യങ്ങളോ സംഭവിച്ചാൽ ഈ പറയുന്ന റോങ് സൈറ്റിൽ സർജറികൾ ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മരുന്നുകൾ മാറി കൊടുക്കപ്പെടാം. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് റേറ്റ് എടുക്കുന്നു. അടുത്തത് അഡ്ഹറൻസ് ടു ഹാൻഡ് ഹൈജീൻ പ്രാക്ടീസ്. ഈ പറയുന്ന നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റില് കൃത്യമായിട്ട് ഹാൻഡ് ഹൈജീൻ പാലിക്കുന്ന ആളുകളുടെ എണ്ണം അതെടുക്കുന്നു. നഴ്സ് പേഷ്യന്റ് റേഷ്യോ ഫോർ ICU ആൻഡ് വാർഡുകളുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള നഴ്സ് പേഷ്യന്റ് റേഷ്യോസിന്റെ റേറ്റുകൾ എടുക്കുന്നു. അപ്പൊ ഇതെല്ലാം നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അപ്പൊ ഈ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഈ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് കൃത്യമായിട്ട് അത് മെഷർ ചെയ്യുന്നതും അവർ നടത്തുന്ന പ്രവർത്തനങ്ങളും ഒക്കെയാണോ കൃത്യമായിട്ടാണോ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് മെഷർ ചെയ്യേണ്ടതും അത് മനസ്സിലാക്കേണ്ടതും അതിനു വേണ്ടിയുള്ള എഫേർട്ടുകൾ എടുക്കേണ്ടതും നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ആണ്. വേഗം ഒന്ന് വായിച്ചു നോക്കിയ ഒരു നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഫിഫ്ത് പോയിന്റോ പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ് എന്ന് പറഞ്ഞാല് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ചിലപ്പോ അത് എന്തെങ്കിലും ഒരു സംഭവം, അതായത് ഇപ്പോ അബദ്ധവശാല് ചിലപ്പോ എന്തെങ്കിലും ഒരു സംഭവത്തിൽ നമ്മൾ പറയാറില്ല ജസ്റ്റ് മിസ്സായി എന്ന് പറയില്ലേ, ഒരു സംഭവം നടത്തുന്നതിലും ജസ്റ്റ് മിസ്സായി പോവാ. അതാണ് നിയർ മിസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഹോസ്പിറ്റലിൽ എന്തെങ്കിലും സംഭവങ്ങൾ നടന്നാൽ അതിൽ ഉൾപ്പെട്ടിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അപകടങ്ങളോ സംഭവിച്ചേക്കാം. പക്ഷെ നമ്മൾ ഉൾപ്പെട്ടിട്ടില്ല, നമ്മുടെ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ പെർസെന്റേജ് എടുക്കാം. അപ്പൊ അത് ചിലപ്പോ അങ്ങനെ നമുക്ക് ഉൾപ്പെടാതെ നമ്മൾ ചിലപ്പോൾ മിസ്സായി പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടും ഉണ്ടാവില്ല. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോ നമ്മൾ ജസ്റ്റ് മിസ്സായിട്ട് നമ്മൾ രക്ഷപ്പെട്ടു പോന്നേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഒരു സംഭവം അല്ലെങ്കിൽ അങ്ങനെ ഒരു നിയർ മിസ് പോലുള്ള സംഭവം ചിലപ്പോൾ നടന്നിട്ടുണ്ടാവില്ല. നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പെർസെന്റേജ് എടുക്കുന്നു. അതാണ് 2 തവണയോ അത് ഒരു ഇതാണ് ഉദ്ദേശിക്കുന്നത്, അതൊരു ഹൈഫൺ ഇട്ടിട്ടാണ് അതാണ് ഉദ്ദേശിക്കുന്നത്. പെർസെന്റേജ് ഓഫ് നിയർ മിസ് എന്ന് പറഞ്ഞാൽ നിയർ മിസ് മൈറ്റ് ഹാവ് ഹാപ്പൻ ബട്ട് നോട്ട് ഹാപ്പൻ എന്നുള്ള രീതിയിലാണ്. ഒരു ഹൈഫൺ ഇട്ടാൽ മതി അവിടെ ആ 2 നിയർ മിസ്സിന്റെ ഇടയിൽ. വായിച്ച് കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ.
വായിച്ചു കഴിഞ്ഞു. ക്ലിയർ ആണോ? നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. അടുത്തതാണ് ഇൻഫെക്ഷൻ കൺട്രോൾ. അതായത് ICU നേഴ്സ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ് ആണ് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ട് എഫേർട്ടുകൾ എടുക്കേണ്ടത്. അപ്പൊ നോക്കിയേ, ഇൻഫെക്ഷൻ കൺട്രോൾ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ്, അതിൽ IPD ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഇൻസിഡൻസ് ഓഫ് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ് എക്സ്പോഷർ എന്ന് വെച്ചാൽ എന്താ, ബ്ലഡ് ബോഡി ഫ്ലൂയിഡ്സും ആയിട്ടുള്ള എക്സ്പോഷർ അല്ലെങ്കിൽ സമ്പർക്കം വരുമ്പോൾ അവിടെ അതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന സംഭവങ്ങൾ അല്ലെ, പലതരത്തിലുള്ള ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ ഒക്കെ വന്നേക്കാം അല്ലെ. അപ്പൊ ഈ IPD ഡിപ്പാർട്ട്മെന്റിൽ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില് ഉണ്ടാവുന്ന സംഭവങ്ങളാണ് എന്തുമായി ബന്ധപ്പെട്ടുള്ളതാ, ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സോ ആയിട്ടുള്ള എക്സ്പോഷർ അല്ലെങ്കിൽ സമ്പർക്കവുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന സംഭവങ്ങളാണ് IPD ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന സംഭവങ്ങൾ. അതുപോലെ OPD ഡിപ്പാർട്ട്മെന്റ് ഇതേപോലെയുള്ള സംഭവങ്ങൾ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലും നടക്കാം അല്ലെ. ഇൻസിഡൻസ് ഓഫ് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ്സ് എക്സ്പോഷർ, ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സുമായിട്ടുള്ള സമ്പർക്കത്തിന് മൂലം ഉണ്ടാകുന്ന എന്തെങ്കിലും ഇൻസിഡൻസ് അല്ലെങ്കിൽ സംഭവങ്ങൾ ഏത് ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്നത്, OPD ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാവുന്നത്. Then IPD ഡിപ്പാർട്ട്മെന്റ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന ഇൻസിഡൻസ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ്, നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലെ. നീഡിൽ സ്റ്റിക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഞ്ചുറീസോ കാര്യങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അതുപോലെ തന്നെ OPDയിൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാവുന്ന ഇൻസിഡന്റ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പൊ 4 നമ്മൾ പറഞ്ഞത്. IPDയിൽ ഉണ്ടായിരുന്നത് IPD ഡിപ്പാർട്ട്മെന്റ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, IPD OPD ഒക്കെ അറിയാലോ അല്ലെ. അറിയാവുന്നതല്ലേ, നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ടാണ് മിസ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് IPDയും OPDയുടെ ഒക്കെ എക്സ്പാൻഡഡ് ഫോം എന്ന് പറയാത്തത് കേട്ടോ. അപ്പൊ IPD എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സോ എക്സ്പോഷറുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ. OPD ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന ഇതുപോലുള്ള ബ്ലഡോ ബോഡി ഫ്ലൂയിഡ്സോ വഴിയുള്ള എന്തെങ്കിലും ഇൻസിഡൻസ്. IPD ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന ഇൻസിഡന്റ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസുമായി ബന്ധപ്പെട്ട ഇൻസിഡൻസ്. OPD ഡിപ്പാർട്ട്മെന്റിലെ ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ. ഇൻസിഡൻസ് ഓഫ് ഫോൾ റേറ്റ്, ഫോൾസുമായി ബന്ധപ്പെട്ട താഴെ വീഴുന്നതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാവാം. അതുപോലെ ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ അസോസിയേറ്റഡ് അൾസേഴ്സ് ആഫ്റ്റർ അഡ്മിഷൻ, ബെഡ് സോൺ പെർ 1000 പേഷ്യന്റ് ഡേയ്സ്. ഈ അൾസേഴ്സ് ഹോസ്പിറ്റൽ അസോസിയേറ്റഡ് അൾസേഴ്സ് ICUന്റെ ഫുൾ ഫോമോ ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ്, ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ് ആണ്. അപ്പൊ നോക്കി, ബെഡ് അൾസേഴ്സ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു അല്ലെ, പ്രഷർ അൾസേഴ്സ് എന്ന് പറയാം, ബെഡ് സോർ എന്നൊക്കെ പറഞ്ഞാലും സെയിം തന്നെയാണ്. എന്ന് വെച്ചാൽ എന്താ, കിടപ്പ് രോഗികളുടെ പുറം പൊട്ടുന്ന ഒരവസ്ഥയാണ് അല്ലെ. അപ്പൊ അതൊക്കെ ഹോസ്പിറ്റൽ അസോസിയേറ്റഡ് ആയിട്ട് അങ്ങനെ അഡ്മിഷന് ശേഷം എത്ര ആളുകൾക്കാണ് ഇതുപോലെയുള്ള അൾസേഴ്സ് പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്, 1000 പേരിൽ എത്ര പേർക്ക്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. 1000 പേഷ്യന്റ് ഡേയ്സ്, 1000 വ്യക്തികളിൽ ആ ഒരു ടൈം പീരീഡിൽ 1000 ആളുകളിൽ എത്ര പേർക്ക് ഇതുപോലെയുള്ള അഡ്മിഷന് ശേഷം ഹോസ്പിറ്റൽ അസോസിയേറ്റഡ് ആയിട്ടുള്ള അൾസർ അല്ലെങ്കിൽ ബെഡ് സോറുകൾ ഉണ്ടാകും. അതിന്റെ റേറ്റ്, കത്തീറ്റർ അസോസിയേറ്റഡ് ആയിട്ടുള്ള യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസിന്റെ റേറ്റ്, അതുപോലെ വെന്റിലേറ്റർ അസോസിയേറ്റഡ് ആയിട്ടുള്ള ന്യൂമോണിയ റേറ്റുകള്, സെൻട്രൽ ലൈൻ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ റേറ്റ്, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ റേറ്റ് മുതലായിട്ടുള്ളവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ ഒരു ICU നഴ്സിന്റെ എന്താണ് എഫേർട്ടിലാണ് ഈ പറയുന്ന മെഷേഴ്സ് എടുക്കേണ്ടതും കൃത്യമായിട്ട് അവിടുത്തെ ഓരോ കാര്യങ്ങളും നടപ്പിലാക്കുന്നുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടതും. ഓക്കെ, വേഗം ഒന്ന് നോക്കിയേ.
വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ക്ലിയർ ആണ്? അടുത്തതിലേക്ക് പോവാം. നെക്സ്റ്റ് വണ്ണാണ് ICU ഓർ എമർജൻസി ഏരിയയുമായി ബന്ധപ്പെട്ട് അവിടെയും നഴ്സിംഗ് എഡ്യൂക്കേറ്റർ തന്നെയാണ്. ICU ഓർ എമർജൻസി ഏരിയയുമായി ബന്ധപ്പെട്ട് നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ICU ഓർ എമർജൻസി നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ആണ് അവിടുത്തെ എഫേർട്ടുകൾ നോക്കുന്നത്. നോക്കിയേ, അതിൽ ആദ്യത്തെ 3 എണ്ണേ ഉള്ളൂ. അതിൽ ഒന്നാമത്തതാണ് ടൈം ഫോർ ഇനിഷ്യൽ ഇവാലുവേഷൻ ഓഫ് എമർജൻസി പേഷ്യന്റ്. ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു എമർജൻസി പേഷ്യന്റ് ആ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നാൽ അവർക്ക് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ നടത്താൻ വേണ്ടി എത്ര സമയം എടുക്കുന്നു, അല്ലെ? ഇപ്പൊ നമ്മളൊരു കാഷ്വാലിറ്റിയിലൊക്കെ പോയി കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ടാണ് അവിടെ നമ്മുടെ ട്രീറ്റ്മെന്റ് എടുക്കാൻ അല്ലെങ്കിൽ നമ്മുടെ പ്രാഥമികമായ വിലയിരുത്തൽ നടത്താനായിട്ട് ഒരു ഡോക്ടർ എപ്പോഴാണോ വരുന്നത് ആ ഒരു സമയം, നമ്മൾ കാഷ്വാലിറ്റി എത്തിയ സമയം മുതൽ നമുക്കൊരു പ്രാഥമികമായ വിലയിരുത്തൽ നടത്താൻ എടുക്കുന്നത് വരെ ഒരു സമയം ഉണ്ടല്ലോ, ഒരു ടൈം ഗ്യാപ്പ്. അതാണ് ടൈം ഫോർ ഇനിഷ്യൽ ഇവാലുവേഷൻ ഓഫ് എമർജൻസി പേഷ്യന്റിന് വരുന്നത്. അതുപോലെ തന്നെ രണ്ടാമതാണ് റിട്ടേൺ ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ 72 hours വിത്ത് സിമിലർ പ്രസന്റിംഗ് കംപ്ലൈൻസ്. നമ്മൾ എന്ത് പറഞ്ഞു അല്ലെ, 72 മണിക്കൂറിനുള്ളിൽ നമ്മൾ ആ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ട്രീറ്റ്മെന്റ് എടുത്ത് കുറവായിട്ട് നമ്മൾ പോയ ആളുകളാണ്. ആ പോയ വ്യക്തികൾക്ക് എത്ര പേർക്ക് 72 മണിക്കൂറിനുള്ളിൽ അതേ സിമിലർ കംപ്ലൈന്റുമായിട്ട് ആ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് മടങ്ങി വരേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതിൽ എത്ര പേരാണ് അങ്ങനെ മടങ്ങി വന്നിരിക്കുന്നത്, അവരുടെ റേറ്റ്, അതാണ് റിട്ടേൺ ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ 72 hours വിത്ത് സിമിലർ പ്രസന്റിംഗ് കംപ്ലൈന്റ്സ്. അടുത്തത് റീ ഇൻറ്റുബേഷൻ റേറ്റ്. എന്താണ് ഇൻറ്റുബേഷൻ? ഇൻറ്റുബേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ട്രക്കിയൽ ഇൻറ്റുബേഷൻ ഒക്കെ കേട്ടിട്ടില്ലേ? എൻഡോട്രക്കിയൽ ട്യൂബ് പ്ലേസ് ചെയ്യുന്നത്, എയർവേ ഓപ്പൺ ആക്കി നൽകുക എന്നൊക്കെ പറയാല്ലേ. ഇപ്പൊ സർജറി ചെയ്യുന്ന സമയത്ത് ഒരു ജനറൽ ആയിട്ടുള്ള അനസ്തീഷ്യ കൊടുക്കുന്ന സമയത്താവാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള സമയങ്ങളിൽ, അല്ലെങ്കിൽ അവർക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉള്ള ആളുകൾക്ക് ഒക്കെ നമ്മള് എന്താണ് ട്രക്കിയൽ ഇൻറ്റുബേഷൻസ് കൊടുക്കാറുണ്ട്, അല്ലെ? എൻഡോട്രക്കിയൽ ട്യൂബ് ട്രക്കിയിലൂടെ ഇടയ്ക്ക് എയർവേ ഒക്കെ ഓപ്പൺ ആക്കി കൊടുക്കാറുണ്ട്. അപ്പൊ ചില ആളുകൾക്ക് ഇതുപോലെ ഇൻറ്റുബേഷൻ കൊടുത്തു, അവർക്ക് ആ ഒരു സർജറി, ഇപ്പൊ ഒരു ജനറൽ അനസ്തീഷ്യ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കമ്പൈൻഡ് ആയിട്ട് എന്താണ് റീജിയണൽ അനസ്തേഷ്യം, ജനറൽ അനസ്തേഷ്യം, അങ്ങനെ നിങ്ങൾക്ക് അത് ഓൾറെഡി പഠിച്ചതല്ലേ? ജനറൽ അനസ്തേഷ്യം, റീജിയണൽ അനസ്തേഷ്യം എന്താന്നൊക്കെ അറിയാലോ, ഇല്ലേ? മൊത്തത്തിലുള്ളതാണ് ജനറൽ അനസ്തേഷ്യ. റീജിയണൽ എന്ന് പറയുമ്പോൾ അപ്പൊ പർട്ടിക്കുലർ ഏരിയ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള അനസ്തേഷ്യകൾ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അവർക്ക് എന്തെങ്കിലും സർജറിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കും അവർക്കൊരു ട്രക്കിയൽ ഇൻറ്റുബേഷൻ ചെയ്തു. ഒരു പ്രാവശ്യം ഓൾറെഡി അവർക്ക് എയർവേക്ക് ഓപ്പൺ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു അനസ്തേഷ്യയുടെ ഇതും ആ സർജറിയുടെ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അവർക്ക് റിമൂവ് ചെയ്തു, അവർക്ക് ആവശ്യമായിട്ട് വരുന്നില്ല. അപ്പൊ നമ്മൾ അത് മാറ്റി, അവർക്ക് പ്രോപ്പർ ആയിട്ട് അവർക്ക് ശ്വസിക്കാൻ പറ്റുന്നുണ്ട്, ബ്രീത്തിങ് ഡിഫിക്കൽട്ടി കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ പിന്നെ അവർക്ക് ആ ഒരു ട്രക്കിയൽ ഇൻറ്റുബേഷൻ വേണ്ടല്ലോ, അപ്പൊ അതവിടെ മാറ്റി എന്ന് വിചാരിക്കാം. പിന്നെയും അതായതാണ് ഇൻറ്റുബേഷൻ ചെയ്യേണ്ടതായിട്ട് വരികയാണെങ്കിൽ ഒരു എമർജൻസി, കാരണം നമ്മൾ പറഞ്ഞു ICU അല്ലെങ്കിൽ എമർജൻസി പേഷ്യൻസ് ആ പറയുന്നത്, അല്ലെ? എമർജൻസി കണ്ടീഷനുള്ള അല്ലെങ്കിൽ ICUലുള്ള എമർജൻസി കണ്ടീഷനുള്ള അല്ലെങ്കിൽ പേഷ്യൻസ് ആകുമ്പോൾ അവർക്ക് ചിലപ്പോൾ പിന്നെയും ബ്രീത്തിങ് ഡിഫിക്കൽട്ടിയോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള പ്രൊസീജിയർ പിന്നെയും ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരാം. അതായത് ഒരു പ്രാവശ്യം ചെയ്ത് മാറ്റിയ ആളാണ്, അത് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷവും പിന്നെയും ഈ ഇൻറ്റുബേഷൻ ചെയ്യേണ്ടി വന്നാൽ അതിനെയാണ് റീ ഇൻറ്റുബേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ചെയ്ത ഇൻറ്റുബേഷൻ ചെയ്ത അത് റിമൂവ് ചെയ്ത ആളുകളിൽ എത്ര പേർക്ക് പിന്നെയും ഇതേ പ്രൊസീജിയർ ചെയ്യേണ്ടതായിട്ട് വന്നു, അതാണ് ഇവിടെ റേറ്റ് എടുക്കുന്നത്. മനസ്സിലായോ? Reintubation was defined as intubation after extubation of a patient who had been initially tracheal intubated under general anesthesia or combined general and regional anesthesia. അപ്പൊ അനസ്തേഷ്യ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവർക്ക് ഈ ഒരു സർജറിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടോ അവർക്ക് ഓൾറെഡി ഒരു പ്രാവശ്യം ഇൻറ്റുബേഷൻ കൊടുത്തിട്ടുണ്ട്, ട്രക്കിയൽ ഇൻറ്റുബേഷൻ കൊടുത്തിട്ടുണ്ട്. അതിന്
അതിനുശേഷം അത് എന്ത് ചെയ്തു? എക്സ്ട്രുബേഷൻ എടുത്തു. എന്താ? അത് പുറത്തിറക്കി അല്ലെ, അത് മാറ്റി നമ്മൾ നോർമൽ ആയിട്ടുള്ള ബ്രീത്തിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെയും അവരുടെ കണ്ടീഷനോ കാര്യങ്ങളോ ചിലപ്പോൾ വഷളാവുന്ന സമയത്ത് ഇതുപോലെ പിന്നെയും അതേ സെയിം പ്രൊസീജിയർ ഇൻറ്റുബേഷൻ ചെയ്യേണ്ടതായിട്ട് വരികയാണെങ്കിൽ അതിനെയാണ് റീ ഇൻറ്റുബേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെയുള്ള ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ എത്ര പേഷ്യൻസിന് ഇതുപോലെ റീ ഇൻറ്റുബേഷൻ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, അതിന്റെ റേറ്റ് ആണ് അവിടെ കാണുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ICU എമർജൻസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. റീഇൻറ്റുബേഷൻ എന്താന്ന് ക്ലിയർ ആയില്ലേ? റീഇൻറ്റുബേഷൻ ചോദിക്കാറുണ്ട് കേട്ടോ, അത് നോട്ട് ചെയ്തോളേ. ഇതിന് മറ്റൊക്കെ ഇതിൽ ആരാണ്, അതായത് ഇപ്പൊ ICU അല്ലെങ്കിൽ എമർജൻസിയിൽ പ്രധാനമായിട്ടും അതിന് എഫേർട്ട് എടുക്കുന്നതും മോണിറ്റർ ചെയ്യുന്നതും ആരായിരിക്കും? അത് ആരുടെ പേരുകൾ നോക്കണം നിങ്ങൾ. നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ICU എമർജൻസി ആണ് ഇവിടെ വരുന്നത്. മറ്റേതാരാ വരുന്നത്? ICN നേഴ്സ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ് ആണ് വരുന്നത്. അടുത്തതാണെങ്കിൽ നഴ്സിംഗ് എഡ്യൂക്കേറ്റർ ആണ് വരുന്നത്. അപ്പൊ അവര് ഓരോ ഇടങ്ങളിലെയും ആരൊക്കെയാണ് അതിന് പ്രധാനമായിട്ടും മോണിറ്റർ ചെയ്യാനും അത് നടപ്പിലാക്കാനും മെഷർ ചെയ്യാനും ഒക്കെ നിൽക്കുന്ന ആളുകൾ. അപ്പൊ അങ്ങനെ അതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പ്രത്യേകമായിട്ട് ഇങ്ങനെയുള്ള ഡെഫിനിഷൻസ് ഇന്നതാണ് എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ബാക്കിയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നത് ഏത് അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന രീതിയിലാണ് ചോദ്യം വരിക കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഓപ്പറേഷൻ തിയേറ്റർ ഓഫ് അനസ്തേഷ്യ. നഴ്സിംഗ് എഡ്യൂക്കേഷൻ ഓപ്പറേറ്റിംഗ് തിയേറ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്താല് ഇപ്പോ കുറച്ചുണ്ട്, ഒരു 11 എണ്ണമുണ്ട്. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാല് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ സമയമില്ല. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് ചെയ്തെടുക്കാം. അപ്പൊ അത്രയും വരെ ഒന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. താങ്ക് യു.